Hi all, welcome back to my channel Unique Kids. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫോണ്ടൻറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ബുദ്ധി നേരത്തെ തോന്നിയില്ലാത്തൊരു ഖേദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കടയിൽ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ അതേ രീതിയിൽ തന്നെ എനിക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. 100-150 രൂപ ചെറിയൊരു 100 ഗ്രാമിന് തന്നെ വരുന്ന സമയത്ത് 400 ഗ്രാം നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അധികം ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ആരും ഫോണ്ടൻറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ബിക്കോസ് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഐസും ഷുഗർ റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഐസും ഷുഗർ ഓൾറെഡി കയ്യിലുള്ളവർക്ക് ഈ ഒരു രീതി സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇല്ലാത്തവർ 2 കപ്പ് പഞ്ചസാര എടുത്തതിന് ശേഷം അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മാറ്റി കൊടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഐസും ഷുഗർ റെഡിയായി. അത് നമ്മൾ ചുമ്മാ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് ബാക്കി സിറപ്പ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ സിറപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലാത്തവർ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നാരങ്ങാനീര് ചേർക്കുന്നത് അതിലെ ഇമ്പ്യൂരിറ്റീസൊക്കെ പോകാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പഞ്ചസാര കട്ടിയായി പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എപ്പോഴും നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഈ ഒരു സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ബോളായിട്ട് അടിയിൽ പോയിട്ട് കിടക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതൊരു 4-5 മിനിറ്റ് തിളച്ചിട്ട് ഇതേപോലെ ബബിൾസ് ഒരുമിച്ച് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് താഴെ പോയിട്ട് ഒരു ബോൾ പോലെ ഇങ്ങനെയാണ് നമുക്ക് കൈ വെച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ ഇത് റെഡി ആയി എന്നാണ്. അപ്പോൾ അതുവരേക്കും നമ്മൾ നന്നായിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൂടി പോകരുത്. അപ്പോൾ ഇങ്ങനെ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു തവിയിൽ കൈ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ വലിഞ്ഞു വരുന്ന ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിൽ കൂടുതൽ നമ്മളത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗളിലോട്ട് 1.5 ടീസ്പൂൺ അളവിൽ ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ആ ഒരു ജലാറ്റിൻ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഈ ബൗളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പൊട്ടുന്ന ബൗൾ വെക്കേണ്ട, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ബൗളോ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോൺ സിറപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കോൺ സിറപ്പ് ഞാൻ എടുത്തിട്ടില്ല. 1/4 കപ്പ് അളവിൽ കോൺ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇത്ര ഇങ്ങനെ തിക്കായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അത് ലൂസായിട്ട് പഴയ പോലെ തന്നെ ആയിട്ട് കിട്ടും. അപ്പോൾ 1/4 കപ്പ് അളവിൽ ഈ ഒരു കോൺ സിറപ്പും അതേപോലെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ജലാറ്റിനും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. സ്മെല്ലൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. സാധാരണ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഓയിൽ മേലെയായിട്ടിരിക്കും. അങ്ങനെ അല്ലാണ്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഐസിങ് ഷുഗറിലോട്ട് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഐസിങ് ഷുഗർ ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഒരു 1.25 കപ്പ് ഐസിങ് ഷുഗർ ആണെന്നോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒഴിച്ച് നോക്കിയിട്ട് തിക്കല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കറക്റ്റ് ആയിരുന്നു. 1.25 കപ്പിലോട്ട് ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുത്ത സമയത്ത് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എനിക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ഷുഗറും ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ട. ചിലപ്പോൾ ലൂസായിട്ട് പോകും, ചിലപ്പോൾ ടൈറ്റ് ആയിട്ട് പോകും. അപ്പോൾ കുറച്ച് മാറ്റി വയ്ക്കുക. ലൂസ് ആവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ചൂടുണ്ടാവും. കൈ പൊള്ളാണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു പൗഡർ അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് പതുക്കെ അങ്ങ് കുഴച്ചെടുത്താൽ മതി.
നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. അത്രയ്ക്കും കുറച്ചും കൂടെ ഒരു കട്ടിയായിട്ടിരിക്കും, അത്ര ലൂസാവില്ല, കുറച്ചൊരു കട്ടിയായിട്ടിരിക്കും, ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് ബൗളിൽ നിന്ന് കുഴച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പിലോട്ട് ഒരു ഇച്ചിരി കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുവാണ്. നന്നായിട്ട് കുഴച്ചെടുത്താലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു ക്ലിംഗ് റാപ്പ് എടുത്തിട്ട് അത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. ക്ലിംഗ് റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ വെച്ച് കൊടുത്താൽ മതി. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. അതല്ലാതെ നിങ്ങൾക്ക് നല്ലപോലെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഒട്ടും സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് പുറത്തെവിടെയെങ്കിലും വെച്ചാൽ മതി. ഞാനിതിപ്പോൾ വൈകുന്നേരം ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കളർ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജെൽ കളർ 1-2 ഡ്രോപ്പ് ചെറിയൊരു പോർഷനിലോട്ട് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും വൈറ്റ് ഭാഗമാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. കാരണം എല്ലാ കളറും നമുക്ക് വൈറ്റിൽ ചെയ്യാം, അതുകൊണ്ടാണ് വൈറ്റ് ഞാൻ കുറച്ചധികം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലോർ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഞാൻ കോൺഫ്ലോർ ഇട്ടിട്ടാണ് കേട്ടോ ഇതേപോലെ കുഴച്ചെടുക്കുന്നത്. അതേപോലെ പരത്തുന്നതൊക്കെ കോൺഫ്ലോർ ഇട്ടിട്ടാണ്. കോൺഫ്ലോറാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നാറുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതേപോലെ പരത്തിയിട്ട് കുറച്ച് ഡിസൈൻസൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്, കുറച്ച് ഫോണ്ടൻ കട്ടേഴ്സ് വെച്ചിട്ട്. അതേപോലെ തന്നെ വൈറ്റിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ ഉറപ്പ് പറയാം, കാരണം അത്രയ്ക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പെർഫെക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കും ഈ ഒരു ഫോണ്ടൻറ്റ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വേണ്ട.